പ്രിയമുള്ളവരെ, അപ്പോൾ ഞാൻ ഇന്നിവിടെ കത്തി എന്ന് പറഞ്ഞിട്ടൊരു ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇടി വെട്ടിയതാണ്, ഇടി തട്ടിയതാണല്ലോ. അപ്പോൾ എന്താണ് കംപ്ലൈൻറ്റ് എന്ന് നോക്കണം. അപ്പോൾ ഇത് കറണ്ടിൻ്റെ സാധനങ്ങളാണ്. നമ്മളാരും ഇത് കുട്ടികളൊന്നും ഇങ്ങനെ ചെയ്യരുത് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത് കുറച്ചൊക്കെ അറിയുന്നവർ മാത്രം ചെയ്യുക. അപ്പോൾ എന്താണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് എന്ത് ചെയ്യണം എന്നുള്ളതുമാണ് ഇത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇങ്ങനെ കത്തിയായിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുമ്പിൻ്റെ ഒരു സാധനം എടുത്തിട്ട് ചുറ്റിക്കൊന്നും എടുത്തിട്ട് ഇങ്ങനെ അടിച്ചാൽ പാടില്ല. ഇതുപോലത്തെ ഒരു മരക്കട്ട എടുത്തിട്ട് ഇങ്ങനെ അടിച്ചിട്ട് വേണം ഇത് എടുക്കണമെങ്കിൽ. അപ്പോൾ ഉണ്ടാവും ഇങ്ങനെ അയച്ച് തട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ ലൂസായിട്ട് പോകും. അപ്പോൾ ഇതിന് ഇതുണ്ടാവും, ഈ 3 വയർ വരുന്നുണ്ടാവും. അപ്പോൾ വയർ ഇതിനിങ്ങനെ ചില ഫാന് തുളയായിരിക്കും, ഒരു ഓൾസ് ആയിരിക്കും. ഇതിന് നമുക്ക് ഇതുണ്ടാവും ഇതുപോലത്തെ ഒരു വിടവ്, അതായത് ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് കൂടി ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഊരിയെടുക്കാൻ കിട്ടുന്നുണ്ടാവും. അതുപോലത്തെ ഒരു ചാല്, അതായത് ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് കൂടെ വയറിട്ടിട്ട് നമുക്ക് മുകളിലെ ബോഡി പൊക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ്, എവിടെ എത്ര വയർ പോയിക്കണത്, എവിടെയാണ് ഉള്ളിൽ കത്തിക്കണമില്ലെന്നൊക്കെ. അത് വർക്ക് ചെയ്യണില്ല, ഇത് രണ്ടും വർക്കിംഗ് ആണ്. അപ്പോൾ ഈ മഞ്ഞയും ഒരു കപ്പാസിറ്റർ വയറും കറണ്ടിക്ക് വരുന്നതും, പിന്നെ ഈ കറുത്ത വയർ അത് പോയിട്ടുണ്ട്. കറുപ്പ് നമുക്ക് കറണ്ട് വരുന്നത്. അപ്പോൾ അതെന്താണ്, എവിടെയാണ് പോയിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു കത്തിയോ ബ്ലേഡോ ഒക്കെ എടുത്തിട്ട് വെല്ല പതുക്കെ വേറെ എവിടെയും തട്ടാതെ നമ്മൾ വെല്ല ഇങ്ങനെ ഇതിൽ നമ്മൾ പൊളിച്ച് അകറ്റി എടുത്തിട്ട് എവിടെയാണ് പോയിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. പിന്നെ ഞാൻ ഇത് പുറത്ത് കൊടുന്ന് വെച്ചിട്ടാണ്, അതായത് ചൂടാണ്, പെരും ചൂടാണ്. അപ്പോൾ ഷർട്ടൊന്നും ഇടാതെയാണ് പരിപാടി. പുറത്ത് കൊടുത്ത് റിപ്പയർ ചെയ്യണത്. അപ്പോൾ ഈ വെയിലിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ഇല്ലാതെയൊക്കെ പോകുന്നത്. വീഡിയോ ക്ലിയർ ഇല്ലാതെ ആകുന്നതാണ്. ഇപ്പോൾ ചില നേരത്തെ എല്ലാം ക്ലിയർ ആയിട്ട് വരും. വേണ്ട ഈ വയർ വർക്കിംഗ്. നമുക്കിതിന് എന്ത് ചെയ്യാം, എല്ലാം ഇതിൻ്റെ വൈൻഡിങ്ങിൻ്റെ ചെറിയൊരു ഭാഗം എല്ലാം ഒന്ന് ചുരണ്ടിയിട്ട് അതിന്മേൽ ഇത് ചെമ്പിൻ്റെ കമ്പിയാണ്. ആ കമ്പിമ്മേൽ അതായത് ചെറിയൊരു തേപ്പ് ഉണ്ടാവും. ആ തേപ്പ് നമുക്ക് എല്ലാം ചുരണ്ടി കളഞ്ഞതിന് ശേഷം നമുക്ക് മൾട്ടിമീറ്റർ കൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം എവിടെയാണ് കത്തിയിട്ടുള്ളത്, എവിടെ എട്ടം പോയിക്കുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ നമ്മൾ ഷോർട്ടാക്കി സോൾവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെയ്യണത് കണ്ടു നോക്കിയപ്പോൾ ഇതിലിങ്ങനെ പറയണില്ല, പറഞ്ഞാണ്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, കണ്ടു നോക്കും. ഇതിൻ്റെ ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വരണ്ടി കളഞ്ഞിട്ട് അവിടെ കുറച്ച് ഈയും പേസ്റ്റും ബ്ലഡൊക്കെ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലേ എന്നൊക്കെ നോക്കാം. ഇതിന് വേറെ തോന്ന സ്ഥലമൊന്നും പോയിട്ടില്ല, കുറച്ച് സ്ഥലമേ പോയിട്ടുള്ളൂ. ഒരു വയർ, അതായത് ഈ കറുത്ത വയർ നമുക്ക് വരുന്ന അവിടെ ലേസം കട്ടായിട്ടുണ്ട്. ആ കട്ടായിട്ട് ഇങ്ങോട്ടെടുത്തിട്ടാണ് ഇപ്പോൾ നമ്മളിത് ചെയ്യുന്നത്. കട്ടായ സ്ഥലം അവിടുന്ന് നമ്മൾ ഷോർട്ടാക്കി കൊടുത്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഷോർട്ടാക്കി ഫാന് വർക്കാവും, കുഴപ്പമൊന്നുമില്ലാതെ വർക്കാവും. ഒരുപാട് വർക്കാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത്. പിന്നെ കറണ്ടിൻ്റെ ആണിത്, കറണ്ടിൻ്റെ പണിയാണ്. അപ്പം നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യുക. കറണ്ടിൽ വയർ കൊടുക്കാണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ. അറിയാത്തവർക്ക് മാത്രമാണ് ഈ പറഞ്ഞു തരുന്നത്. അറിയുന്നവരോട് പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെയല്ല ചെയ്യില്ല, അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യം നമ്മൾ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഈ കാണിച്ചത്. അപ്പോൾ ഇത് ആർക്കെങ്കിലും പറ്റുന്നവർക്ക്, കുറച്ചൊക്കെ അറിയുന്നവർക്ക് ഇതിങ്ങനെ ചെയ്താൽ നമ്മളെ ഫാന് വർക്കാവും. പിന്നെ അത് കുറച്ച് നേരത്തെ പണിയുണ്ട്, നമ്മൾ അതൊന്ന് ചെയ്ത് നോക്കാം. കാണിച്ചു തരുന്നത് വർക്ക് ആകുന്നത് വരെ ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ വീഡിയോയിൽ സ്പീഡ് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. കാരണം വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാട് കൂടും എന്ന് വിചാരിച്ചിട്ട് ആണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ, സ്പീഡ് കൂട്ടുന്നത്. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് നമ്മളിവിടെയൊക്കെ സ്ലീവ് ഇടണം. ഇവിടെ നിന്ന് തമ്മിൽ ഷോർട്ടാകാതെ, പിന്നെ ബോഡിമേലെ ഇവിടെ ടച്ച് ചെയ്യാതെ വേണം നമ്മൾ ചെയ്യണമെങ്കിൽ. പിന്നെ ലാസ്റ്റ് ഇതിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇതിന് ബോഡി ടച്ച് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് ഇതുപോലത്തെ നൂലെടുത്തിട്ട് നമ്മൾ നല്ലോണം വരിഞ്ഞ് നല്ല മുറുക്കി കൊടുക്കണം. നമ്മളിത് ഫാന് കറങ്ങുമ്പോൾ നല്ല വരും. അപ്പോൾ എന്ത് ചെയ്യാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കാൻ ഷോർട്ടാദ്യം ടച്ച് ആദ്യം നോക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നതുകൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഷോർട്ടായിട്ട് ഓഫാക്കിയാൽ മതി. ഞാൻ പറഞ്ഞു തരാതെ ഇരുന്നാലും ഒരു പ്രശ്നമില്ല എഴുതിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് കമൻറ്റും ലൈക്കും അതുപോലെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോകൾ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അത് മാനു PM എന്നടിച്ചാൽ കാണാം. അപ്പം നമ്മൾ പരിപാടി ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കണം. ഇനി നമ്മൾ അതൊക്കെ മുറുക്കിയിട്ട് നമുക്ക് വർക്കുണ്ടോ എന്നൊന്ന് നോക്കാം. വർക്കുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമുക്കിനി ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി ടച്ച് ഉണ്ടോ അപ്പം നോക്കണം. നമ്മൾ അതിൻ്റെയൊക്കെ കൊടുക്കുമ്പോൾ ബോഡി ചെയ്യുമ്പോഴേ ഇവിടെ സൂട്ടുന്നുണ്ടോ നമ്മളെ സാധാരണമായിട്ടായിരിക്കാനും ഫാന് കൊണ്ട് വേറെ അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കാനൊക്കെ ഉണ്ടോ അത് അതാണ് ഞാൻ നോക്കുന്നത്. ബോഡി ടച്ചൊന്നും എവിടെയില്ല, എവിടെയും സോട്ടില്ല. അതാണ് സോട്ടുണ്ടെങ്കിൽ ഈ സൗണ്ട് വരുന്നത്. സോട്ടുണ്ടാകുമ്പോൾ നമുക്ക് ആ സൗണ്ടും കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ നമുക്കിതിങ്ങനെ ഷോർട്ടായിട്ടുള്ള സൗണ്ട് വരും. കീ എന്നുള്ള സൗണ്ട് വരും കേട്ടോ ഷോർട്ടാണെങ്കിൽ. അല്ലെങ്കിൽ അവിടെ നമ്പറുകളാണ് വരിക ഷോർട്ടില്ലാത്ത സ്ഥലങ്ങളിൽ. അതായത് ബോഡിയായിട്ട് യാതൊരു ടച്ചും ഇല്ലെങ്കിൽ അവിടെ 0 മാത്രം കാണിച്ചു തരും. ടച്ച് ഉണ്ടെങ്കിൽ അത് പിന്നെ ഒരു ബീഫ് സൗണ്ട് വരും. കീ എന്നുള്ളൊരു സൗണ്ട് ഇങ്ങനെ വരും. അപ്പോൾ അത് ഷോർട്ടാണെന്ന് നമുക്ക് കണക്കൂട്ടാം. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, അപ്പോൾ നമ്മളിത് ഷോർട്ട് എവിടെയാണെന്ന് നോക്കിയിട്ട് വേണം പിന്നെ നമ്മളിത് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇതിനിപ്പോൾ ഷോർട്ടൊന്നുമില്ല, വളരെ ഉഷാറായിട്ടുണ്ട്. നമ്മളിത് വർക്ക് ചെയ്ത് ജയിച്ചു പോകണം. ഇതിൽ ഇതിൻ്റെ പണികളാണ് ഇപ്പോൾ ഞാൻ അതുപോലെ 2 വയറ് നമ്മൾ ആദ്യം തന്നെ ഉണ്ട്. നമ്മളൊക്കെ ഞാനത് അഴിച്ചിട്ടില്ല. ഇതുകൊണ്ടാണ് ചൂട് കാലൊന്നും കൊണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്ക്രൂ ഡ്രൈവറൊക്കെ ഇട്ടിട്ടായിട്ട് അതിൻ്റെ അതുപോലെ വെട്ടിച്ച് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഇതിലേക്ക് 2 വയറ് ഈ വയറിന് 2 തിരിച്ച് ഇട്ട് എന്ത് ചെയ്യുക, ഇതുപോലത്തെ ഒരു വയർ നമ്മൾ TVൻ്റെ വയറാണ്. LED TVൻ്റെ വയറെടുത്തിട്ട് അതിനുള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കുക. അതായത് കൂട് വയറാണ്. അതിൻ്റെ പ്ലഗിൽ കൊടുക്കണം. ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുന്നത് സീരിയസ് ബോർഡുമൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ. അതായത് ഷോർട്ടായാലും നമ്മളെ ഫാനിന് കുഴപ്പമൊന്നും ഇല്ലാതിരിക്കണ്ട. കുഴപ്പമില്ല. അപ്പോൾ ഞാനൊന്നും കൂടി ഇട്ട് കാണിച്ചു തരാം. ഈ ബൾബ് കത്തിനുണ്ടല്ലേ, ഈ ബൾബ് ഇങ്ങനെ ഫുള്ളായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഷോർട്ടാണല്ല, കുറഞ്ഞു വരുന്നുണ്ട്. അതൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓക്കെ, എന്നാൽ ഇനി കൂടുതലൊന്നും പറയാനില്ല. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ അടുത്തുള്ള പിന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ശരി, ഓക്കെ. അപ്പോൾ